മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്, അതായത് ആശ്വാസം തേടി രാഹുൽ കോടതിയിലേക്ക് എത്തുകയാണ്. മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചുകൊണ്ട് രാഹുൽ കോടതിയിലേക്ക് എത്തുന്നു. വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകാം. അപ്പോൾ എവിടെയാണ് മുൻകൂർ ജാമ്യം തേടുന്നത്? ഹൈക്കോടതിയിൽ അല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെയായിരിക്കണം. തിരുവനന്തപുരം സെഷൻസ് കോടതിയിലാണ് ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട്. അനന്തൻ, എന്താണ് ഈ ജാമ്യ ഹർജിയിൽ ഇപ്പോൾ രാഹുൽ പറയുന്ന കാര്യങ്ങൾ? അത് ലഭ്യമാണോ? എന്താണ് നീക്കം? പ്രജീഷ്, രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അഭിഭാഷകൻ തിരുവനന്തപുരം സെഷൻസ് കോടതിയിലാണ് ഈ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. വ്യാജ പരാതി എന്നാണ് ഈ ജാമ്യ ഹർജിയിൽ പ്രധാനമായും ഉന്നയിക്കുന്നത്. ജാമ്യ ഹർജിയുടെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം പുറത്തു വരും. പെട്ടെന്ന് ഈ ഉച്ചയ്ക്ക് രാവിലെ തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകും എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. ഹൈക്കോടതിയിലോ തിരുവനന്തപുരം കോടതിയിലോ ഇത് മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കും എന്നാണ് സൂചനകൾ ലഭിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ തിരുവനന്തപുരം സെഷൻസ് കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. അതിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുന്ന വാദം വ്യാജ പരാതി എന്നുള്ളതാണ്. ഈ പെൺകുട്ടി നൽകിയിരിക്കുന്ന പരാതി അത് വ്യാജമാണ് എന്നുള്ളതാണ്. നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ബിനിൽ കൂടി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. ബിനിൽ, ഇന്ന് ഹൈക്കോടതിയിൽ സമീപിക്കേണ്ടിയിരുന്നു, പക്ഷേ 12 മണിക്ക് മുമ്പ് ഹൈക്കോടതിയിൽ ഇത് ഫയൽ ചെയ്താൽ മാത്രമേ ഇന്ന് അത് പരിഗണനയ്ക്ക് വരൂ എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം തിരുവനന്തപുരത്തേക്ക് സെഷൻ കോടതിയിലേക്ക് അഭിഭാഷകർ പോകുന്നത്? രാഹുലിന്റെ ഹർജി പോകുന്നത് എന്തുകൊണ്ടായിരിക്കാം? പ്രതീക്ഷ, കൂടിയാലോചനകൾക്ക് ശേഷമാണ് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയാൽ മതിയെന്ന ആ തീരുമാനത്തിലേക്ക് ഈ അഭിഭാഷകർ പോയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹൈക്കോടതിയിൽ നേരിട്ട് മുൻകൂർ ജാമ്യ ഹർജിയുമായി എത്തിയാൽ ഇപ്പോൾ അത് പരിഗണിക്കുന്നില്ല. സെഷൻസ് കോടതിയിലാണ് ഇത് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഹൈക്കോടതി നേരിട്ട് മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കരുതെന്നൊരു നിർദ്ദേശമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ തിരുവനന്തപുരം സെഷൻസ് കോടതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരിക്കുന്നത്. അവിടെ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന നേരത്തെ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം അവർ അന്വേഷിച്ചിരുന്നു. അപ്പോൾ ഈ പരാതിക്കാരിയുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പരാതികളൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പരാതി വന്നിരിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാദമായി രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തനിക്ക് ഈ പരാതിക്കാരെ പരിചയമുണ്ട്, അവരുമായി അടുപ്പമുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ജാമ്യ ഹർജിയിൽ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇവർ ആരോപിക്കുന്ന കുറ്റം, അതായത് ഈ ബലാത്സംഗ കുറ്റമോ മറ്റ് തരത്തിലുള്ള കുറ്റമോ താൻ ചെയ്തിട്ടില്ല എന്ന വാദമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ജാമ്യ ഹർജിയിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ ശാസ്തമംഗലമേൻ അജിത് കുമാറാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഹർജി നൽകിയിരിക്കുന്നത്. ഇതിൽ അടിയന്തരമായി ഹർജി പരിഗണിക്കണമെന്ന ആവശ്യം കൂടി അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നിയമം പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണമായി മുന്നോട്ട് പോവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നു. അതുകൊണ്ട് അടിയന്തരമായി ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഇടപെടണം എന്ന ആവശ്യവുമായിട്ടാണ് ഇപ്പോൾ ബിനിൽ മടങ്ങിയെത്താം.